അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നലെ നമ്മൾ ക്ലാസ് എടുത്ത് നിർത്തിയത് തും ആവോങ്കി തബ് ഓ മിലേങ്കി അതുവരെയാണ്. നീ വന്നാൽ നിനക്കത് തരാം, സംജയ് മനസ്സിലായോ, അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. നിങ്ങളെല്ലാം പൂർണ്ണമായി പഠിക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ എല്ലാം വിശ്വാസം. അള്ളാഹു നമുക്ക് നാഫി ആയ ഇൽമ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റെയിൽവേ സ്റ്റാൾ ആസിഫ് കോ ബഹുത് പസന്ത് ആയ. റെയിൽവേൻ്റെ സ്റ്റാൾ ആസിഫിന് വളരെ ഇഷ്ടമായി. വഹം പഹുഞ്ച് കർ തോ, അവിടെ എത്തിയപ്പോൾ തന്നെ വോ ഗോസ ഗയ, അവൻ അതിൽ അഡിക്റ്റായി. ഗോസിന എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ വീഴുക, അല്ലെങ്കിൽ ഒരു കാര്യത്തെ ഒരു സാധനത്തെ പ്രണയിക്കുക, അതിനാണ് ഗോസിന എന്ന് പറയുക. നുമായിഷ് മേം, ആ പ്രദർശനത്തിൽ സബ്സെ സിയാദ സ്റ്റാൾ കപ്പടവും കേത്തെ, ഏറ്റവും കൂടുതൽ സ്റ്റാൾ ഉണ്ടായിരുന്നത് വസ്ത്രങ്ങളുടേതായിരുന്നു. ഉസ്കെ ബാദ്, അതിനുശേഷം വസ്ത്രങ്ങൾ കഴിഞ്ഞ പിന്നെ ഗിലൗനോങ്കി ദുക്കാനിം തേ, ഈ കളിപ്പാവകളുടെ കടകളായിരുന്നു. ഗിലൗന എന്ന് പറഞ്ഞാൽ കളിപ്പാവ, അതിൻ്റെ ജമ്മാണ് ഗിലൗനോം എന്ന് വാവും നൂനും ചേർത്ത് ജമ്മാക്കിയിരിക്കുന്നത്. ഗിലൗന എന്നുള്ളത് ലാസ്റ്റ് അലിഫാണ്, ഗിലൗന. ആ ഗിലൗനയെ വാവും നൂനും ചേർത്ത് ജമ്മാക്കിയിട്ട് ആണ് ഗിലൗനോം, കളിപ്പാവകൾ എന്ന് പറഞ്ഞത്. ഹർ ദുക്കാൻ പർ ബച്ചോങ്കി ബീട്ട് തീ, എല്ലാ കടകളിലും കുട്ടികളുടെ തിരക്കുണ്ടായിരുന്നു. ബീട്ട് എന്ന് പറഞ്ഞാൽ തിരക്ക്. പാസിഹി ഏക്ക് മൈതാൻമേം ജൂലെ ലഗേത്തെ, വളരെ അടുത്തുള്ള ഒരു മൈതാനത്തിൽ ഊഞ്ഞാലുകൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ജൂല എന്ന് പറഞ്ഞാൽ ഊഞ്ഞാൽ, ലാസ്റ്റ് അലിഫാണ് ജൂല, അതിൻ്റെ ജമ്മാണ്, അതിൻ്റെ വാഹിദിൻ്റെ ജമ്മാണ് ജൂലെ, ഊഞ്ഞാലുകൾ. അപ്പോൾ അടുത്തുള്ളൊരു മൈതാനത്ത് ജൂല, ഊഞ്ഞാലുകൾ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടായിരുന്നു. ഹാത്തി, ആനയും, ഊണ്ട്, ഒട്ടകവും, ഓർ ഗോഡേ ബീത്തെ, അവിടെ കുതിരയും ഉണ്ടായിരുന്നു. അവിടെ ആ മൈതാനത്ത് ആനയും ഒട്ടകവും കുതിരയും എല്ലാം ഉണ്ടായിരുന്നു. പ്രകൃതി മൈതാൻ സെ നിക്കൽ കർ, പ്രകൃതി മൈതാനത്തിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഹം സയൻസ് മ്യൂസിയം ബി ഗയെ, ഞങ്ങൾ സയൻസ് മ്യൂസിയത്തിൽ പോയി. ഏക് ജഗ, ഒരു സ്ഥലത്ത് ബഹുത്ത് ബീഡ് ലഗി ഹുയി തി, ഒരു സ്ഥലത്ത് വളരെ അധികം തിരക്കുണ്ടായിരുന്നു. ബീട്ട് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞല്ലേ, തിരക്ക്. ഏക് ജഗ ബഹുത് ബീട്ട് ലഗി ഹുയി തി, ഒരു സ്ഥലത്ത് വളരെ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. പത്താ ചല, കാര്യം മനസ്സിലായി. കാര്യം മനസ്സിലായി, അറിവ് ലഭിച്ചു എന്നൊക്കെ പറയാം. പത്താ ചല, കാര്യം മനസ്സിലാക്കിയ എന്തെന്നാൽ വഹാം ഹർ തൊർഫ്, അവിടെ എല്ലാ ഭാഗത്തും ആയിനെ ലഗേഹെ, കണ്ണാടി ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലഗാഹോൻ എന്ന് നമ്മൾ പറഞ്ഞു, ഫിറ്റ് ചെയ്യുക. ആയിന എന്ന് പറഞ്ഞാൽ കണ്ണാടി. അതിൻ്റെ ലാസ്റ്റ്, നൂനിൻ്റെ ലാസ്റ്റ് ഒരു ചെറിയ ഹാ ആയിരിക്കും, കെട്ടുള്ള ഹാ. ആയിന, അതിൻ്റെ ജമ്മാണ് ആയിനെ, കണ്ണാടികൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. और लोग अपनी सूरतें देख कर हंस रहे हैं, എല്ലാ ജനങ്ങളും തങ്ങളുടെ ആ ചിത്രങ്ങൾ കണ്ണാടിയിൽ കണ്ടിട്ട് ദേഖ് കർ, നോക്കിയിട്ട് ഹസ് രഹേ, ചിരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹസ്ന എന്നാണ് ചിരിക്കുക. അവിടുത്തെ ആ നൂന് സൈലൻ്റാണ്. നമ്മൾ ചിലപ്പോഴൊക്കെ ഹൻസിന എന്ന് വായിക്കാറുണ്ട്. അത് നമ്മൾ അങ്ങനെ വായിച്ചു പോകുമ്പോൾ നമ്മളെ അടുത്തുള്ള ഒരു മിസ്റ്റേക്കാണ്, അത് ശ്രദ്ധിക്കണം. ഒരു പക്ഷെ ഞാൻ തന്നെ ചില ടൈമിൽ ഹൻസിന എന്ന് വായിക്കലുണ്ട്. അതല്ല, ഹസ്ന എന്നാണ്, നൂന് സൈലൻ്റാണ്. ഹസ് രഹേ, അപ്പോൾ ഹസ് രഹേ എന്ന് വായിക്കണം. എല്ലാവരും കണ്ണാടിയിൽ തങ്ങളെ ചിത്രങ്ങൾ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ചിരിച്ചു കൊണ്ടിരിക്കുന്നു. ഹംബി അന്തർ ചലേഗേ, ഞങ്ങളും അകത്ത് കയറി. കിസി ആയിനമേം, ഏതൊരു കണ്ണാടിയിൽ. ഹമാരി നാക്ക്, ഞങ്ങളുടെ മൂക്ക്. അതിന് ശേഷം എന്തോ മിസ്സായിട്ടുണ്ട് തോന്നുന്നു. ആരുടെയെങ്കിലും പുസ്തകത്തിൽ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ പറയാം. ഹമാരി നാക്ക്, ഞങ്ങളുടെ മൂക്ക്. ജയ്സി ലംബി, ഒരു വളരെ നീണ്ട പോലെ. കഹിം ചഹറ, ചിലയിടത്ത് ചഹറ മുഖം അല്ലെങ്കിൽ കവിളി. ചഹറ എന്ന് പറഞ്ഞാൽ മുഖം എന്ന് വെച്ചാൽ മതി. മുഖം. ഏകദം, ഒരു സമയത്ത് ഒരവസരത്തിൽ. ചെടുപ്പ,
ചെടുപ്പ എന്ന് പറഞ്ഞാൽ പരന്ന് കാണ്ട് ഒരു അവസരത്തിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ മുഖം, ആ ചിത്രം കണ്ടോ നിങ്ങൾ? ചിലവർക്ക് മൂക്ക് നീണ്ട് കാണ്ട്, ചിലവർക്ക് മുഖം പരന്ന് കാണ്ട്, അങ്ങനെയൊക്കെ കാണുന്നില്ല ആ ചിത്രത്തിൽ. അപ്പോൾ ഏകദം ഒരവസരത്തിൽ നമ്മളെ മുഖം ചെടുപ്പ ഇങ്ങനെ പരന്ന് കാണ്ട്. കഹീം ചില സ്ഥലത്ത് നമ്മളെ ഗിർദൻ, നമ്മുടെ കഴുത്ത്, ബാൻസ്കി തൊറ വടിയുടെ രൂപത്തിൽ, വളരെ നീണ്ടുകാണ്ട് നമ്മുടെ കഴുത്ത് വടിയുടെ രൂപത്തിൽ. കഹീം ഹം ഇത്തിനെ മോട്ടെ ദിക്കായി ദിയേ, ചില സ്ഥലത്ത് നമ്മൾ ഇത്രയും തടിയുള്ളതായി കാണിക്കപ്പെടുന്നു. എന്തെന്നാൽ ക്യാ ബത്തായേ, എന്താ പറയാ ബായ്, എന്തൊരു തടിച്ചു കാണ്ടാണ് നമ്മൾ പറയില്ലേ. അപ്പോൾ എന്താ പറയാ? കഹീം ഹം ഇത്തിനെ മോട്ടെ ദിക്കായി ദിയേ, നമ്മൾ ചില സ്ഥലത്ത് ഇങ്ങനെ വളരെ തടിയുള്ളതായി കാണിക്കുന്നു. എന്തെന്നാൽ ക്യാ ബത്തായേ, എന്താ പറയാ? അപ്നി ഹാലാത്ത് പർ ബഹുത്ത് ഹസി ആത്തീത്തി, നമ്മളെ ഈ ഇതിങ്ങനെ കണ്ടിട്ട്, ആ കണ്ണാടിയിൽ നമ്മളിങ്ങനെ ചിത്രം കണ്ടിട്ട് വളരെയധികം ഇങ്ങനെ ചിരി വരുന്നു. ഹസി ആത്തീത്തി, ചിരി വരുന്നുണ്ടായിരുന്നു. ഹൈറു ലംബ കിസ്സാഹെ, ഇങ്ങനെയുള്ള നല്ല നീളമുള്ള കഥകളുണ്ട്. കത്ത് എഴുതാണല്ലോ. അപ്പോൾ പറയാണ്, അടിയിൽ ആരിഫയാണ് എഴുതുന്നത് നാദിറാക്ക്. അപ്പോൾ ആരിഫ പറയാണ്, എന്താണ് പറയുന്നത്? ഹൈറു ലംബ കിസ്സാഹെ, വളരെ നല്ല കഥകൾ, നീളമുള്ള കഥകളുണ്ട്. മിലോങ്കിത്തോ സുനാവൂങ്കി, കണ്ണുമുട്ടിയാൽ എനിക്ക് പറഞ്ഞു തരാൻ കേൾപ്പിക്കാം. സുനാവൂങ്കി എന്നാണ്, അത് പെണ്ണായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ സുനാവൂങ്ക എന്നാണ് പറയുക. അപ്പോൾ മിലോങ്കിത്തോ, നിന്നെ കണ്ടുമുട്ടിയാൽ നിനക്ക് കേൾപ്പിക്കാമായിരുന്നു. ഗർ ആത്തെ ഹി യെ ഖത്ത് ലിഖ്ന ബൈഠ് ഗയി, വീട്ടിലെത്തിയപ്പോൾ തന്നെ ഈ കത്ത് എഴുതാൻ വേണ്ടി ഇരുന്നു. അബ് യെ ബത്താവോ, ഇപ്പോൾ ഇത് പറയൂ. തും ദില്ലി കബ് ആ രഹി ഹോ, നീ ഡൽഹിയിൽ എപ്പോഴാണ് വരിക? ചച്ചി ജാൻകോ ആദാബ്, നമ്മുടെ പിതൃവൻ എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ ഏട്ടനോ അനിയനോ ആർക്കും പറയാം, ജ്യേഷ്ഠനോ ഏട്ടനോ അനിയനോ ആർക്കും പറയാം. അതിനാണ് ചച്ചി ജാൻ എന്ന് പറയാം. പിതൃവൻ എന്നൊക്കെ നമ്മൾ പറയും. ചച്ചി ജാൻകോ ആദാബ്, നമ്മളെ ചച്ചി ജാൻ, നമ്മളെ പിതൃവന് അല്ലെങ്കിൽ എളാപ്പക്ക് ആദാബ്, അന്വേഷണം. നമ്മൾ പറയില്ലേ, നമ്മളെ ഒന്ന് അന്വേഷണം പറയേണ്ടി എന്ന് പറയില്ലേ, ആദാബ് എന്ന് പറഞ്ഞാൽ അന്വേഷണം. ചച്ചി ജാൻകോ ആദാബ്, നമ്മളെ എളാപ്പാക്ക് അന്വേഷണം. ചച്ച ജാൻ കൈസേ ഹെ, നമ്മളെ എളാപ്പ ഇപ്പം എങ്ങനെയുണ്ട്? ഉനേം ഹമാര ആദാബ് കഹന, അവരോടെല്ലാം നമ്മുടെ അന്വേഷണം പറയണം. ഖത്ത് ജൽദി ലിഖ്ന, കത്ത് പെട്ടെന്ന് എഴുതണം. കത്ത് പെട്ടെന്ന് എഴുതണം എന്ന് പറഞ്ഞാൽ മറുപടി കത്ത് പെട്ടെന്ന് എഴുതണം. തുമാരി അപ്നി, നിന്റെ സ്വന്തം ആരിഫ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് പിന്നെ പറയാം. അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് മഷ്കുകൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.